ഇനി നിങ്ങൾക്ക് ഫ്ലവേഴ്സ് ഒരു കോടിയിൽ പങ്കെടുത്ത പ്രതീക്ഷയുടെ കാര്യം അറിയാമല്ലോ. ഈ കേരളത്തിൽ ഒരാൾക്ക് മാത്രം ബാധിക്കുന്ന അപൂർവ രോഗം, അതായത് ആ കുട്ടിക്ക് മാത്രമേ ഈ രോഗമുള്ളൂ. രക്തധമനികൾ പൊട്ടി രക്തം വാർന്നു പോകുന്ന അവസ്ഥ, ഒരു ദിവസം 20-ലധികം പാഡുകൾ ഉപയോഗിക്കേണ്ടി വരിക. അതുപോലെ എനിക്ക് തോന്നുന്നത് ആ കുട്ടിക്ക് സമാധാനമായിട്ട് ഉറങ്ങാൻ പോലും കഴിയാത്ത അവസ്ഥയുണ്ട്. ഇത്തരം മരുന്നുകൾ അമേരിക്കയിൽ ലഭ്യമാണെന്ന രീതിയിൽ ആ കുട്ടിയുടെ സൂചന നൽകിയിരുന്നു. അമേരിക്കയിൽ വ്യാപകമായി നമ്മുടെ അമേരിക്കൻ പ്രതി മധു കൊട്ടാരക്കര അന്വേഷണം നടത്തി. മധു കൊട്ടാരക്കര നമുക്കൊപ്പം ചേരുകയാണ്. മധു, ഗുഡ് മോർണിംഗ്. മധു, യഥാർത്ഥത്തിൽ മധു നടത്തിയ അന്വേഷണത്തിൻ്റെ വിശദാംശങ്ങളിലേക്ക് ഞാൻ വരുന്നതിന് മുമ്പ് ഈ പ്രത്യക്ഷ ഇപ്പോൾ നേരിടുന്ന ഈ പ്രശ്നം എന്താണെന്ന് പ്രേക്ഷകരോട് ഒരിക്കൽ കൂടി പറയാം. അത് കാണാത്ത പ്രേക്ഷകർക്ക് വേണ്ടിയാണ്. ഫ്ലവേഴ്സ് രാത്രി 9 മണിക്കാണ് ഫ്ലവേഴ്സ് ഒരു കൂടി സംപ്രേഷണം ചെയ്ത് പ്രത്യക്ഷയുടെ ദുരിതപർവ്വത്തിലേക്ക്. അപ്പോൾ ഈ ഇന്ത്യയിലെ വളരെ കുറച്ച് ആളുകൾക്ക് മാത്രം, 500-ലധികം ആളുകൾക്ക് മാത്രമേ ഇത് വന്നുള്ളൂ. അതും ടൈപ്പ് 4 ഇതിൽ നിന്നെല്ലാം വ്യത്യസ്തവും അപകടകരമാണെന്ന് അമ്മ പറഞ്ഞു. എനിക്കതിനെക്കുറിച്ച് അറിയില്ല. അപ്പോൾ താങ്കളോട് അല്ലേ അവിടെ പോയത്? അപ്പോൾ ഡോക്ടേഴ്സ് എന്തോ ഇതിനൊരു കാര്യം, ഇതിന് എന്തായാലും ഒരു പരിഹാരം വേണമല്ലോ. അതായത് ഇതിന് അമേരിക്കയിൽ ഒരു മരുന്ന് കണ്ടുപിടിച്ചിട്ടുണ്ട് അമേരിക്കയിൽ. പക്ഷെ അത് എത്ര പേർക്ക് കൊടുത്തത് പ്രാബല്യത്തിലായെന്ന് അവർക്കും അറിയാം, ഡോക്ടർക്കും അറിയത്തില്ല. ഓക്കെ, ഡോക്ടർ ഇപ്പോഴും അതിനെക്കുറിച്ച് തിരക്കിക്കൊണ്ടിരിക്കും. അത് ഏത് ഡോക്ടർ അനിൽ പറഞ്ഞത്? റീന ഗുലാട്ടി, പോണ്ടിച്ചേരിയിലെ ഡോക്ടർ അല്ലേ? പോണ്ടിച്ചേരി ജെനറ്റിക് ഡോക്ടർ റീന ഗുലാട്ടി എന്ന പേര്. റീന ഗുലാത്തി ഡോക്ടർ ലേഡിയാണോ? ലേഡിയാ. അപ്പോൾ ഡോക്ടർ റീന ഗുലാത്തി പറയുന്ന കാര്യം, അതായത് അമേരിക്കയിൽ ഏതെങ്കിലും, എനിക്കൊന്ന് ചിലപ്പോൾ ഈ പരീക്ഷണ ഘട്ടത്തിലാണോ ഈ മെഡിസിൻ എന്ന് ചിലപ്പോൾ സംശയം ഉണ്ടായിരിക്കും. അതുകൊണ്ടായിരിക്കും ഡോക്ടർ റീന ഗുലാത്തി അത് പറഞ്ഞത്. അപ്പോൾ അമേരിക്കയിലിരുന്ന് ഈ പരിപാടി കാണുന്ന ഒരുപാട് പേരുണ്ടെന്ന് എനിക്കറിയാം. അതിൽ നമുക്കറിയാവുന്നതും അറിയാത്തതുമായ ഒരുപാട് ഡോക്ടേഴ്സ് ഉണ്ട്. വളരെ ലീഡിംഗ് ആയിട്ടുള്ള മലയാളി ഡോക്ടേഴ്സ് തന്നെയുണ്ട്. അവർ ഈ കാര്യത്തിൽ ഒരു സഹായം ചെയ്യണം. എന്നെ കോൺടാക്ട് ചെയ്താൽ മതി. എൻ്റെ വാട്സാപ്പിൽ നിങ്ങൾ വരണം. ഓക്കെ, മധു കൊട്ടാരക്കര ഇതിനെക്കുറിച്ചൊരു അന്വേഷണം നടത്തി പ്രത്യക്ഷയുടെ കാര്യത്തിൽ. മധു, എന്തൊക്കെ വിവരങ്ങളാണ് ഈ കാര്യത്തിൽ അപ്ഡേറ്റ്സ് ആയി നമുക്ക് പ്രേക്ഷകരെയും പ്രത്യക്ഷയും അവരുടെ അച്ഛൻ ഇപ്പോൾ സംസാരിച്ച അനിൽകുമാറിനെ അറിയിക്കാൻ കഴിയുന്നത്? ഗുഡ് മോർണിംഗ് എസ് കെ. ഈ ഫ്ലവേഴ്സ് ഒരു കോടിയിൽ ഈ ഇന്ത്യയിൽ അപൂർവമായി കണ്ടെത്തിയിട്ടുള്ള ഇന്റേണൽ ബ്ലീഡിംഗ് കാരണം ബുദ്ധിമുട്ടുന്ന ഈ പ്രത്യക്ഷയെ എങ്ങനെയെങ്കിലുമൊക്കെ ഒന്ന് സഹായിക്കുക എന്നുള്ള ലക്ഷ്യത്തോടെയാണ് അമേരിക്കയിലെ മലയാളി ഡോക്ടർമാരെയും അതുപോലെ ആരോഗ്യ മേഖലയിലും ഫാർമസി ബിസിനസ്സിലും ഒക്കെ സജീവമായിട്ടുള്ളവരെയൊക്കെ 24 USA ടീം ഇന്നലെ തന്നെ സമീപിച്ചിരുന്നു. ഈ രോഗത്തിനുള്ള മരുന്ന് ഇപ്പോഴും പരീക്ഷണ ഘട്ടത്തിലാണെന്നാണ് പ്രമുഖ ഡോക്ടർമാരും അതുപോലെ ആരോഗ്യ വിദഗ്ധരും ഒക്കെ നമ്മളെ അറിയിച്ചിരിക്കുന്നത്. ഇത് ടൈപ്പ് 4 എളേഴ്സ് അല്ലെങ്കിൽ വാസ്കുലാർ EDS എന്ന ഈ അപൂർവ രോഗത്തിനായിട്ടുള്ള ഈ മരുന്നിന്റെ പരീക്ഷണ ഘട്ടത്തിൽ ഇപ്പോൾ ഈ മരുന്നിന്റെ പേര് സെലിട്രോളോൾ ആണ്. ഈ മരുന്ന് പ്രധാനമായും രക്തക്കൊഴലുകളിലെ സമ്മർദ്ദം കുറച്ചെടുക്കുവാനാണ് സഹായിക്കുന്നത്. എന്നാൽ ഈ മരുന്ന് ഇപ്പോഴും US ഫുഡ് ആൻഡ് ഡ്രഗ് അഡ്മിനിസ്ട്രേഷന്റെ അനുമതി ലഭിച്ചിട്ടില്ല. ഇത് ലഭിക്കാതെ ഈ വിപണിയിൽ ഈ മരുന്ന് ലഭ്യവുമാകില്ല. അതായത് ഇപ്പോഴും ഇത് പരീക്ഷണ ഘട്ടത്തിലാണ്. ഒരു ക്ലിനിക്കൽ, അതുപോലെ ഈ ഒരുപാട് പ്രേക്ഷകർക്കും ഒക്കെ ഉള്ള ഒരു സംശയമാണ്, ഈ ഒരു ക്ലിനിക്കൽ ട്രയലിന്റെ ഭാഗമാകുവാൻ അമേരിക്കയിലേക്ക് ഒരു രോഗിക്ക് എത്തണമെന്നുണ്ടെങ്കിൽ ഒരുപാട് കടമ്പകളുണ്ട്. ഇനി അഥവാ എത്തിപ്പെടുവാൻ സാധിച്ചാൽ തന്നെ ദീർഘകാലം ഇവിടെ നിൽക്കേണ്ടതുണ്ട്. ഈ മരുന്നിന്റെ പരീക്ഷണ ഘട്ടം കഴിഞ്ഞാലും ഈ ക്ലിനിക്കൽ ട്രയലിന് വന്ന ആളിനെ മോണിറ്റർ ചെയ്യേണ്ടതായിട്ടുണ്ട്. ഈ മരുന്ന് ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ 4.7% രക്തക്കൊള്ളുകൾക്ക് റിസ്ക്കും ഉണ്ടെന്നാണ് പറയപ്പെടുന്നത്. അതുപോലെ തന്നെ ഇത് മാതാപിതാക്കളിലൂടെ എത്തുന്ന ഈ രോഗം അടുത്ത തലമുറയിലേക്ക് കടക്കുവാനുള്ള സാധ്യത ഏറെ ഉണ്ടെന്നുമാണ് നമ്മൾ സമീപിച്ച ഡോക്ടർമാർ വിലയിരുത്തുന്നത്. ഇപ്പോൾ തൽക്കാലം വേദന സംഹാരികൾ കൊണ്ട് പിടിച്ചു നിൽക്കുവാൻ മാത്രമേ മാർഗമുള്ളൂ. അധികം വൈകാതെ മരുന്ന് പരീക്ഷണ ഘട്ടം പിന്നിട്ട് ഈ വിപണിയിൽ എത്തുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ ആ മരുന്ന് നമുക്ക് എത്തിക്കാൻ എന്തെങ്കിലും ഒരു സംവിധാനം ഉണ്ടെങ്കിൽ നോക്കുകയും ചെയ്യാം. മറ്റൊരു കാര്യം, ഈ ക്ലിനിക്കൽ ട്രയൽ അമേരിക്കയിൽ നടത്തുന്ന മറ്റൊരു കാര്യം കൂടെ എനിക്ക് ഓർമ്മപ്പെടുത്താനുള്ളത്, ജനനേന്ദ്രിയത്തിൽ ക്യാൻസർ ബാധിച്ച ഒരാളുണ്ടായിരുന്നു നമ്മുടെ നാട്ടില്. അദ്ദേഹത്തെ രക്ഷിക്കാൻ വേണ്ടി ഡോക്ടർ ഡേവിസ് ചെർമേലിന്റെ ഒക്കെ ഇടപെടൽ മൂലം തൃശ്ശൂരിൽ നിന്ന് മധു എന്ന് പറയുന്ന ഒരു ഡോക്ടർ, അദ്ദേഹം പഠിച്ച ഒരു സ്ഥാപനത്തിൽ അമേരിക്കയിൽ എത്തുകയും ഒരു പരീക്ഷണാടിസ്ഥാനത്തിൽ ഒരു മരുന്ന് കണ്ടുപിടിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ക്ലിനിക്കൽ ട്രയലുമായി ബന്ധപ്പെട്ട് നമ്മുടെ നാട്ടിലെ ഡോക്ടർമാര് അവർ പഠിച്ച യൂണിവേഴ്സിറ്റികളിലേക്ക് അമേരിക്കയിൽ എത്തുകയും ഇങ്ങനത്തെ മരുന്നുകൾ കണ്ടുപിടിക്കാനുള്ള ഗവേഷണത്തിൽ ഏർപ്പെടുന്നുണ്ട് എന്നുള്ള ഒരു അഭിമാനപരമായ ഒരു കാര്യവും നമുക്ക് ഓർക്കാം ഈ സമയത്ത്. ഓക്കെ, താങ്ക് യു മധു കൊട്ടാരക്കര. നമ്മുടെ ഈ കാര്യത്തിൽ പ്രതികരിച്ച ഡോക്ടർ MP പിള്ള ഉൾപ്പെടെ എല്ലാ ഡോക്ടേഴ്സിനോടും നമ്മുടെ സന്തോഷം അറിയിക്കണം. താങ്ക് യു ഫോർ ജോയിനിങ് ഇൻ മോർണിംഗ് ഷോ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.